ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ട്രീം ഹബ്ബ് പദ്ധതി ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും സ്റ്റാർസ് പദ്ധതിയുടെയും ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയോടുള്ള താൽപര്യം വളർത്തുകയും ഗവേഷണ മനോഭാവം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ട്രീം ഹബ് പദ്ധതി തുടങ്ങി. പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം MLA ഷിബു തെക്കുംപുറം നിർവഹിച്ചു. സർക്കാർ വിദ്യാലയമാണ് ചെറുവട്ടൂരിലെ ഈ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. ഈ സ്കൂളിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. കഴിഞ്ഞ ദിവസം കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ ഈ കാര്യം എടുത്ത് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ +2-നും കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് സ്കൂളിനുള്ള 2 അവാർഡുകളും ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും ലഭിച്ച വിദ്യാലയമാണ് ഈ സ്കൂള്. ഇപ്പം എല്ലാ തരത്തിലുള്ള മികച്ച പെർഫോമൻസ് ആണ് ഈ സ്കൂള് കാഴ്ചവെക്കുന്നത്. ഞാൻ സ്കൂളിന്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും PTA കമ്മിറ്റിയെയും ഒക്കെ അഭിനന്ദിക്കുകയും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ശക്തിയായി നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അറിവിന്റെ ലോകത്ത് പരിധികളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രമാണ് നമ്മുടെ നാടിന് വലിയ മുന്നേറ്റം സാധ്യമാകുകയുള്ളൂ. എല്ലാ തരത്തിലും സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കണമെങ്കിൽ അറിവുള്ള, എല്ലാ തരത്തിലും വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാവരുടെയും വലിയ പിന്തുണയോടുകൂടി ശക്തമായ സർക്കാരിന്റെ സംരക്ഷണത്തോടുകൂടി പൊതുവിദ്യാഭ്യാസത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം PAM ബഷീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബീന നസീർ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൃന്ദ മനോജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CK സത്യൻ, അജി ബിരമല്ലൂർ, അസീസ് മാമോളത്ത്, KU ഷമീർ എന്നിവർ സംസാരിച്ചു. SSKയും കുസാറ്റും ചേർന്നുകൊണ്ട് ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം എന്ന നിലയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവരുടെ വിവിധ തരത്തിലുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ തര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലാബാണ് സ്ട്രീം ഹബ്ബ് എന്ന പേരിൽ ഇവിടെ തുടങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ഏകദേശം 55ഓളം ഹൈസ്കൂളുകളാണ് ഉള്ളത്. അതിലേറ്റവും മെച്ചപ്പെട്ട നിലവാരത്തിൽ പ്രവർത്തിക്കുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം കൂടിയാണ്. ഈ ജില്ലയിൽ തന്നെ 1000ഓളം കുട്ടികൾ പഠിക്കുന്ന മറ്റൊരു വിദ്യാലയവുമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ മറ്റൊരു സ്കൂളുകളിലും ഇല്ലാത്ത തരത്തിലുള്ള നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടുകളും ടർഫ് കോർട്ടുകളും ഒക്കെ ഉള്ള ഒരു സ്കൂൾ കൂടിയാണ് ഈ സ്കൂൾ. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ജോസഫ് വർഗീസ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും വിശദീകരിച്ചു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, കല, ഗണിതം എന്നീ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പഠനാനുഭവങ്ങൾ ലഭ്യമാക്കുകയും നവീന ആശയങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതാണ് സ്ട്രീം ഹബിന്റെ പ്രധാന ലക്ഷ്യം. സ്കൂൾ പ്രിൻസിപ്പൽ നയന ദാസ്, ഹെഡ് മിസ്ട്രസ് സിന്ധു TN, ദീപാദേവി, സൈജു P, ബിനിയത്ത് PH, റംല ഇബ്രാഹിം, പ്രസിഡന്റ് യൂസഫ് കാമ്പത്ത്, MPTA പ്രസിഡന്റ് റജീന സലീം, അജിത് P അനിൽ, മറ്റധ്യാപകർ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.